ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറേ നാളായി കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് എക്സ്പോയ്ക്ക് പോയായിരുന്നു. റോബോട്ടിക് എക്സ്പോ ആയിരുന്നു. നമ്മളുടെ കടവന്ത്രയിലുള്ള രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അകത്താണ് എക്സ്പോ നടക്കുന്നത്. നമ്മളിനി ഭരിക്കാൻ പോകുന്നെന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്ന റോബോട്ടുകളുടെ പുതിയ പുതിയ ടെക്നോളജീസ് എങ്ങനെയാണെന്ന് നമ്മൾക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഏതൊക്കെ തലത്തിൽ റോബോട്ടുകളെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതിൽ നമുക്ക് വെൽക്കം റോബോട്ട് തൊട്ട് സെർവ് ചെയ്യുന്ന റോബോട്ടുകൾ, എൻ്റർടൈൻ ചെയ്യുന്ന റോബോട്ടുകൾ, കുട്ടികൾക്ക് ആവശ്യമുള്ള റോബോട്ടുകൾ, അതെല്ലാം ഉണ്ട്. ഇന്ന് റോബോട്ടിക് ടെക്നോളജി വിവിധ തലങ്ങളിൽ നമ്മൾ അതിനൂതനമായിട്ട് ഉപയോഗിച്ച് വരുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നമ്മൾ റോബോട്ടുകളെ കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. ഓരോ പർപ്പസ്ഫുള്ളായിട്ടുള്ള റോബോട്ടുകളുണ്ട്. ഇതൊരു എൻ്റർടൈനിങ് റോബോട്ടാണ്. മ്യൂസിക്കിനനുസരിച്ച് ഈ റോബോട്ട് അതിൻ്റെ ചലനങ്ങളും ആക്ഷൻസും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഇതിൻ്റെ ആക്ഷൻസും മ്യൂസിക്കിനനുസരിച്ച് മാറുന്നത് നമുക്കൊന്ന് കാണാം. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ. ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ട് നില്ല്, ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല്. ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക്, കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണൽ വീട്. ഓരോരോ പ്രോഗ്രാംസ് ഡിഫറെൻ്റായിട്ട് കൊടുക്കുന്നതനുസരിച്ച് അതിൻ്റെ ആക്ഷൻസും ഡിഫറെൻ്റ് ആയിരിക്കും. കുറേ നേരം ആ റോബോട്ടിനെ നോക്കി നിന്ന്, കാരണം അതിൻ്റെ ആ ചലനങ്ങൾ കാണാനായിട്ട് നല്ല രസമായിരുന്നു. നമുക്കിപ്പോഴും റോബോട്ടുകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു അത്ഭുതമാണല്ലോ. അപ്പോൾ ഇങ്ങനെ കുറേ നേരം അത് നോക്കി നിന്ന്. പിന്നീട് നമ്മൾ കണ്ടത് റോബോട്ടിക് ആം ടെക്നോളജി എങ്ങനെ ഡ്രോയിങ്സിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ്റെ കരങ്ങൾക്ക് ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് റോബോട്ടിക് ആം ടെക്നോളജി എന്ന് പറയുന്നൊരു ടെക്നോളജി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ഡ്രോയിങ്സിൽ സക്ക് ചെയ്ത് ഓരോ സാധനങ്ങൾ എടുക്കാനായിട്ട്, ഇപ്പോൾ കാറൊക്കെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സാധനങ്ങൾ പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ റോബോട്ടിക് ആംസ് മെഡിക്കൽ ഫീൽഡിൽ സർജറിക്കെല്ലാമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഡെമോൺസ്ട്രേഷൻസ് അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു സാധനം സക്ക് ചെയ്തെടുക്കുന്നത്, ഒരു സാധനം ഒരു സ്ഥലത്തു നിന്ന് മൂവ് ചെയ്ത് മാറ്റി വെക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ കാര്യങ്ങൾക്ക് ഉള്ള ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജിയാണ് റോബോട്ടിക് ആം ടെക്നോളജി. അതിനുശേഷം നമ്മൾ കണ്ടത് മാൻഹോളുകൾ വൃത്തിയാക്കുന്ന ഒരു റോബോട്ടിക് ടെക്നോളജിനെ കുറിച്ചാണ്. മാൻഹോളുകൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് പൈപ്പുകൾ കടത്തി വിട്ടിട്ട് ക്യാമറ സഹായത്തോടെ സ്ക്രീനിൽ വേസ്റ്റൊക്കെ അടിഞ്ഞു കൂടിയിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് എങ്ങനെ സക്ക് ചെയ്ത് വെളിയിലേക്ക് കളയാമെന്നുള്ളതാണ്. അതിൻ്റെ ഡെമോൺസ്ട്രേഷനും ഒരു സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് വേഗം തന്നെ ആളുകളുടെ സഹായം ഇല്ലാതെ തന്നെ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മാൻഹോളുകൾ വൃത്തിയാക്കുവാനായിട്ട് സാധിക്കും.
ഇത് ഒരു കുഞ്ഞൻ സർവിങ് റോബോട്ടാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെട്ടത് 3D മോൾഡിംഗ് ടെക്നോളജിയാണ്. 3D മോൾഡിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ചെറിയ ചെറിയ ടോയ്സ് ഉൾപ്പെടെ വലിയ വലിയ ഇൻഡസ്ട്രിയൽ പർപ്പസിന് ആവശ്യമായിട്ടുള്ള ഓരോ സാധനങ്ങൾ നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ രൂപവും ഈ 3D മോൾഡിങ്ങിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓരോരോ വീടുകളുടെയൊക്കെ ഡിസൈന് നമുക്ക് അതിൻ്റെ ഔട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അത് 3D മോൾഡിങ്ങിലൂടെ നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. വിർച്വൽ ടെക്നോളജിയുടെ ഒരു അത്ഭുത ലോകം അങ്ങിങ്ങായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഹോവർബോർഡ് എക്സ്പീരിയൻസ് ആൻഡ് ബാലൻസിങ് നമുക്കവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഈ കുഞ്ഞൻ റോബോട്ട് ഒരു വളരെ ക്യൂട്ടായിട്ടുള്ള റോബോട്ടാണ്. നമ്മൾ അതിനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു ഇമോഷന് കാണിക്കും. അങ്ങനെയുള്ളൊരു കുഞ്ഞു റോബോട്ടാണത്. കൂട്ടത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ കുഞ്ഞൻ റോബോട്ടുകളാണ്. അതിനെ കാണാനും ഭയങ്കര ക്യൂട്ടാണ്, ആക്ഷൻസ് കാണാനും ക്യൂട്ടാണ്. ആ കുഞ്ഞൻ റോബോട്ടുകളാണ് എന്നെ കൂടുതലായിട്ട് ആകർഷിച്ചത്. ഇത് നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കുന്ന ഒരു കുഞ്ഞൻ റോബോട്ടാണ്. ഇതിൻ്റെ ആക്ഷൻസ് ഇങ്ങനെ കണ്ടു നിൽക്കാൻ ഭയങ്കര ക്യൂട്ടാണ്.
പിന്നീട് നമ്മൾ കണ്ടത് കുഞ്ഞൻ ഗെയിമിംഗ് റോബോട്ടുകളെയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞൻ ഗെയിമിംഗ് റോബോട്ടിനെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഹോളോഗ്രാം LED പ്രൊജക്ടറാണ്. നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണിത്. എല്ലാവരെയും ആകർഷിക്കുന്ന റോബോട്ടുകളാണ് ഈ ഡോഗിനെ പോലെയുള്ള റോബോട്ടുകൾ. AI ടെക്നോളജി യൂസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഈ റോബോട്ടുകൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. ഡോഗിനെ പോലുള്ള സൗണ്ട് ഉണ്ടാക്കുകയും ഡോഗിനെ പോലെ നടക്കുകയും ചാടുകയും ഓടുകയും പിന്നെ നമുക്ക് ഹാൻഡ് ഷേക്ക് തരികയും ചെയ്യും. ഏറ്റവും കൂടുതൽ നേരം നമ്മൾ ചിലവഴിച്ചത് ഈ റോബോട്ടിൻ്റെ അടുത്താണ്. അപ്പം വേറെയുള്ള കുഞ്ഞു കുഞ്ഞു റോബോട്ടുകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇവിടെ പോയിട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വേഗം ഓടി ഇങ്ങോട്ട് പോരുന്നായിരുന്നു. അതിനുശേഷം ഇവയുടെ ഒരു ഗംഭീര പെർഫോമൻസ് കാണാൻ വേണ്ടി കൂടി സാധിച്ചു.
দু চোখ কিছু গল্প বলে যাক, তোর ছোঁয়ায় কিছু স্বপ্ন বেঁচে থাক। তোর দু চোখ কিছু গল্প বলে যাক, তোর ছোঁয়ায় কিছু স্বপ্ন বেঁচে থাক। নীলছে তারার একলা ঘরে আজকে আমার সঙ্গে চল, এই মনেতে শুধু তোরই না। মিষ্টি করে হাসলে পরে জমলো কত খুশি ঘর, মুছলো সবই রাগ আর অভিমান। বারে 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 পড়ছি প্রেমে তোর, ও ও নেশা 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 কাটছে না রে ঘোর। বারে 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 পড়ছি প্রেমে তোর, ও ও নেশা 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 কাটছে না রে ঘোর। রোদেলা আকাশে আদুরে আলো মেখে, নিজেকে হারিয়ে ফেলেছি তোকে দেখে। ভুল বুঝে আমি যে কতটা দূরে ছিলাম, যে চুলি গোপনে তোর প্রেমে হারিয়ে গেলাম। গল্প কথা আজ অযথা সব তোকে দিতে পারি। বারে 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 পড়ছি প্রেমে তো, ও ও নেশা 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 কাটছে না রে গোর। ও বারে 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 পড়ছি প্রেমে তো, ও ও নেশা 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 কাটছে না রে গোর। তোর হাতে হাত রেখে ইচ্ছে ডানা মেলে যায়, ও মনটা দিনে রাতে তোরই কথা বলে যায়। চুপটি করে আমি তোর বুকে মাথা রেখে থাকবো রে এইভাবে তোর সাথে দুঃখে সুখে। তোকে ছাড়া দিন কাটে না, পাই না সুখের ঠিকানা। বারে 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 পড়ছি প্রেমে তোর, ও ও নেশা 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 কাটছে না রে ঘোর। তোর দু চোখ কিছু গল্প বলে যাক, তোর ছোঁয়ায় কিছু স্বপ্ন বেঁচে থাক। নীলছে তারার একলা ঘরে আজকে আমার সঙ্গে চল, এই মনেতে শুধু তোরই না। അവിടെ എത്തിയ സമയത്ത് ബേസിൽ ജോസഫും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ക്യൂട്ട് റോബോട്ട് നമ്മളെ കുറേ നേരം എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു. மெழுகான உருகி வழியிற என்னை எதமானி அனுச்சு ஏப்பியா, அட ஒரு நாள் காதல் சொல்ல வருவனே, விலகாம வெறுக்காம இதழ்கள் சேர்க்கணும். புட்ட பொம்மா என்ன சுட்டு கொன்னியே, தத்தளிச்ச கிட்ட வந்தே என்ன மென்னு தின்னியே. കുറേ നേരത്തെ എൻജോയ്മെൻറ്റിന് ശേഷം നമ്മൾ രാത്രിയിലാണ് പോയത്. അപ്പോൾ 10 മണി വരെ ആയിരുന്നു അവിടുത്തെ ടൈം. അപ്പോൾ സമയം പോയത് അറിഞ്ഞതേയില്ല. സമയം തീരുന്നവരെ ഞങ്ങളവിടെ എൻ്റർടൈൻ ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ടാറ്റാ.